നമസ്കാരം, ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു പുതിയ രാവിലെയിലേക്ക്, ഒരു പുതിയ വാർത്താ ദിനത്തിലേക്ക്. എല്ലാ ദിവസവും പറയുന്നത് പോലെ തന്നെ ഇന്നത്തെ ദിവസവും വാർത്തകളുടെ ഒരു കുത്തൊഴുക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് എല്ലാ വാർത്തകളും വിശദമായി തന്നെ പരിശോധിക്കണം. ഈ ഒരു മണിക്കൂർ നമ്മൾ എല്ലാ പ്രധാനപ്പെട്ട വാർത്തകളിലേക്കും ഒന്ന് വിശദമായി അതിവേഗം കണ്ണോടിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വാർത്താ ദിനം നമ്മളിവിടെ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ആദ്യം ഈ മണിക്കൂറിലെ പ്രധാന വാർത്താ തലക്കെട്ടുകൾ നോക്കാം. പാകിസ്ഥാനുമായി നിർണായക കരാറിൽ ഒപ്പിട്ട് അമേരിക്ക. പാകിസ്ഥാനിലെ എണ്ണപ്പാടങ്ങളുടെ വികസനത്തിന് സഹായം നൽകും. ഒരിക്കൽ പാകിസ്ഥാൻ ഇന്ത്യക്ക് എണ്ണ വിറ്റേക്കുമെന്ന് ട്രംപിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ്. അമേരിക്ക ഏർപ്പെടുത്തിയ ഇറക്കുമതി തീരുവ നേരിടാൻ കേന്ദ്രം. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ മോചനം വൈകുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കാണാൻ UDF എംപിമാർ. പാർലമെന്റിൽ ഇന്നും പ്രതിഷേധം തുടരും. സംസ്ഥാനത്തും പ്രതിഷേധം. ജാമ്യത്തിനായി കന്യാസ്ത്രീകൾ ഹൈക്കോടതിയെ സമീപിച്ചേക്കും. അമ്മ തെരഞ്ഞെടുപ്പിന് ആരൊക്കെയെന്ന് ഇന്നറിയാം. പത്രിക പിൻവലിക്കാനുള്ള സമയം വൈകിട്ട് 3 വരെ. ശ്വേതാ മേനോൻ അധ്യക്ഷയാകാൻ സാധ്യതയേറുന്നു. മത്സരിക്കാൻ ഉറച്ച് ബാബുരാജ്. തെരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് 15-ന്. പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുമെന്ന് കാനഡ. പ്രഖ്യാപനം സെപ്റ്റംബറിൽ ഉണ്ടായേക്കും. നടപടി ജനാധിപത്യ പരിഷ്കാരങ്ങളെ ആശ്രയിച്ചാകുമെന്ന് മാർക്ക് കാർണി. പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുന്ന 3ാമത്തെ G7 രാജ്യമാകാൻ കാനഡ. ഇന്ത്യ ഇംഗ്ലണ്ട് അവസാന ടെസ്റ്റ് ഇന്ന് ഓവലിൽ. പരമ്പര സമനിലയിലാക്കാൻ ഇന്ത്യക്ക് ജയം അനിവാര്യം. ബെൻ സ്റ്റോക്സ് കളിക്കില്ല. ഒലി പോപ്പ് ഇംഗ്ലണ്ടിനെ നയിക്കും. വിശദമായി നോക്കാം. ഈ ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് അന്താരാഷ്ട്ര തലത്തിൽ നിന്നാണ് വരുന്നത്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പാകിസ്ഥാനുമായി ഒരു നിർണായക കരാറിൽ ഒപ്പിട്ടിരിക്കുകയാണ് അമേരിക്ക. എണ്ണപ്പാട വികസനത്തിന് സഹായം നൽകാനുള്ള കരാറിലാണ് ഒപ്പുവെച്ചത്. ഒരിക്കൽ പാകിസ്ഥാൻ ഇന്ത്യക്ക് എണ്ണ വിൽക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് സാമൂഹിക മാധ്യമങ്ങളിൽ കുറിച്ചിരിക്കുകയാണ്. MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. മിഥുൻ, ഗുഡ് മോർണിംഗ്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഇന്ത്യ എന്ന് ട്രംപ് ഇങ്ങനെ ഇടയ്ക്കിടെ പറയും. പക്ഷേ അതിന് ഏറ്റവും വിപരീതമായ രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ പാകിസ്ഥാനുമായിട്ടുള്ള ഒരു കരാറിൽ ഒപ്പിട്ടു എന്നതിനപ്പുറം ഇന്ത്യയെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത്. അതെ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും അത്തരത്തിലുള്ള ചില അവകാശവാദങ്ങളും ഒപ്പം തന്നെ ഭീഷണി സ്വരത്തിലുള്ള ചില മുന്നറിയിപ്പുകളും ഒക്കെ പല കാലങ്ങളിലും ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ്. കാരണം നാളെ ഓഗസ്റ്റ് 1-നാണ് ഈ എല്ലാ രാജ്യങ്ങൾക്കും പ്രഖ്യാപിച്ച തീരുവ നിലവിൽ വരാൻ പോകുന്നത്. അതിനു മുന്നോടിയായി കഴിഞ്ഞ ദിവസം 25% നികുതി ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതും ഒപ്പം തന്നെ ആയുധങ്ങൾ വാങ്ങുന്നതും നിർത്തലാക്കണമെന്നുള്ളൊരു ഭീഷണി സ്വരത്തിൽ ട്രംപ് പറഞ്ഞു. പക്ഷേ അതൊക്കെ ഇന്ത്യ നിഷേധിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലായിരുന്നു ഇത്തരത്തിലുള്ളൊരു തീരുമാനം കൈക്കൊണ്ടത് ട്രംപ് എന്നുള്ളതാണ്. അതിന് ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഒരു കരാറ് പാകിസ്ഥാനുമായി ഇപ്പോൾ ട്രംപ് ഒപ്പിട്ടിരിക്കുന്നത്. അതിൽ എണ്ണപ്പാട വികസനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കാണ് ഈ ഒരു ചർച്ചകൾ നടക്കുകയും ഒപ്പം തന്നെ അതിൻ്റെ ഒരു സുപ്രധാന കരാറിലേക്ക്, ഒരു നിർണായക നീക്കത്തിലേക്ക് ഇപ്പോൾ ട്രംപ് കടന്നിരിക്കുന്നത്. അതായത് ഇത് ഏത് കമ്പനിയെ, ഈ വികസനവുമായി ബന്ധപ്പെട്ട ഏത് കമ്പനിയായിരിക്കും ഇത് ഏൽപ്പിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ചൊരു വ്യക്തതയില്ല എന്നുള്ളതാണ്. അത് ഇനിയുള്ള ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കും. അതിന് ശേഷം ആരാണ് ഈ വികസനത്തിന് പങ്കാളിയാകുക, അത് ഏത് കമ്പനിയാണ് പാകിസ്ഥാനെ സഹായിക്കാൻ രംഗത്തിറങ്ങുക എന്നടക്കമുള്ള ഒരു പ്രഖ്യാപനം ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഇദ്ദേഹം ട്രൂത്ത് സോഷ്യലിൽ നിന്ന് പ്രധാനമായും കുറിച്ചത് പല രാജ്യങ്ങളും തങ്ങളോട് സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. ഒപ്പം തന്നെ ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി, അതായത് ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പല രാജ്യങ്ങളുമുണ്ട്. അവർ കൂടിയാലോചനകൾ നൽകുന്നുണ്ട്. അതിന് പിന്നിൽ ഈ തീരുവ, ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ള തീരുവ കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് എന്ന് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ തങ്ങൾ എന്ത് പറഞ്ഞാലും അതനുസരിക്കാൻ തയ്യാറായി നിൽക്കുന്ന കുറേയധികം രാജ്യങ്ങളുണ്ട് എന്ന രീതിയിലുള്ള ചില കുറിപ്പുകൾ കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അത് ഇന്ത്യയെ ലക്ഷ്യമിട്ട് തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം തന്നെ വിദേശകാര്യ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. കാരണം പീയൂഷ് ഗോയലുമൊക്കെയായി വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുകയും ഒപ്പം
ഒപ്പം തന്നെ അടുത്ത മാസം US-ൽ നിന്നുള്ള പ്രതിനിധി സംഘം ഈ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കായി ഇന്ത്യ സന്ദർശിക്കുന്നുണ്ട്. ഈ വേളയിൽ ഇക്കാര്യങ്ങൾ അമേരിക്കൻ പ്രതിനിധികളെ ഇന്ത്യ അറിയിക്കുകയും ചെയ്യും. ഇതിന്റെ പ്രതിഷേധം സ്വാഭാവികമായും അറിയിക്കുകയും ചെയ്യും. മറ്റൊന്ന്, ഈ ടെക്സ്റ്റൈൽസ് രംഗത്തിൽ നിന്നുള്ള അടക്കമുള്ള കാര്യങ്ങളിൽ അത് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഈ ഒരു 25% നികുതി ഏർപ്പെടുത്തിയതിലൂടെ അതെ, അതാണ് മിഥുൻ. അതായത് ഏത് തരത്തിലാണ് ഈ നികുതി തീരുവ, അധിക തീരുവ 25% ചുമത്തുമ്പോൾ നമ്മുടെ രാജ്യത്തെ കർഷകരെയും സംരംഭകരെയും വ്യാപാരികളെയും ഒക്കെ അത് പ്രതികൂലമായി ബാധിക്കാൻ പോകുന്നത് എന്നതിലാണ് ഇപ്പോൾ ആശങ്കയുള്ളത്. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് കേന്ദ്രം ആവർത്തിച്ച് പറയുകയാണ്. രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള ഇത്തരം കർഷകരെയും സംരംഭകരെയും ഒക്കെ സംരക്ഷിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് കേന്ദ്രം പറയുമ്പോഴും ആശങ്ക എത്രത്തോളം മുന്നിലുണ്ട്? തീർച്ചയായും അത്തരത്തിലൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് ആര്യ. കാരണം ഈ കേരളത്തിന്റെ കാര്യം തന്നെ എടുക്കുമ്പോൾ തന്നെ കേരളത്തിൽ നിന്നൊക്കെ നിരവധി പേർക്ക് തൊഴിൽ നഷ്ടമാകുന്ന അടക്കമുള്ള നടപടികളാണ് ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഈ തീരുവ പ്രഖ്യാപിച്ചതോടെ ഉണ്ടായിരിക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഇവിടെ നിന്ന് കയറ്റി അയക്കുന്നതാണ്. ആ കയറ്റുമതിക്കൊക്കെ ഇത്രയും അധികം ചുങ്കം ഏർപ്പെടുത്തുന്നതോടുകൂടി അത് വലിയ തിരിച്ചടി തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. ഈ ഒരു സങ്കീർണമായ സാഹചര്യം വലിയ രീതിയിൽ വിദേശകാര്യ മന്ത്രാലയം വിലയിരുത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായി തുടർ നടപടികൾ എങ്ങനെ കൈക്കൊള്ളണം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയിൽ വിദേശകാര്യ മന്ത്രാലയം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ട്രംപ് മോദിയുമായി സംസാരിക്കുമെന്നുള്ള അടക്കമുള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. കാരണം ഈ കാര്യങ്ങൾ ഈ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യമാണ്. കഴിഞ്ഞ 3 മാസമായി വ്യാപാര കരാറുമായുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ അത് വളരെ പ്രതീക്ഷയോടെയാണ് ഇന്ത്യ നോക്കിക്കണ്ടത്. 5 റൗണ്ട് ചർച്ചകൾ പൂർത്തിയായതുമാണ്. ഇപ്പോൾ നേരത്തെ മിഥുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ US പ്രതിനിധി സംഘം അടുത്ത മാസം ഇവിടേക്ക് എത്താൻ പോകുകയായിരുന്നു. അത്തരത്തിൽ ഊഷ്മളമായ രീതിയിൽ ആ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ആണ് ഇത്തരത്തിൽ ഈ തീരുവയ്ക്കൊരു ഇളവ്, തീരുവ ചുമത്തുന്നതിൽ ഒരു ഇളവ് ഓഗസ്റ്റ് 1 മുതൽ 1 വരെ ആയിരുന്നു നേരത്തെ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നത്. അതിനിടയിൽ ഈ ചർച്ചകൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ അതിന്റെ കാലാവധി നീട്ടിയേക്കാം. ഓഗസ്റ്റ് 1 മുതൽ ഈ ഒരു തീരുവ ചുമത്തുന്നതിൽ അതിലേക്ക് കടക്കില്ല എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷയൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ടാണ് ട്രംപിന്റെ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം വന്നത്. ഈ തീരുവ ചുമത്തുക തന്നെ ചെയ്യും, അത് ഓഗസ്റ്റ് 1 മുതൽ പ്രാബല്യത്തിൽ വരും എന്നുള്ളത്. അപ്പോൾ ഈ ചർച്ചകൾ ഈ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന വ്യാപാര കരാർ ചർച്ചകൾ അത് 5 റൗണ്ട് പൂർത്തിയായിട്ടും എവിടെയാണ് ഒരു പാളിച്ച അല്ലെങ്കിൽ ഒരു അകൽച്ച സംഭവിക്കുന്നത്? ആര്യ, ഈ കാർഷിക ഉൽപ്പന്നങ്ങളുടെ തീരുവയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് ഇത്തരത്തിൽ അത് തട്ടിയാണ് ഈ ഒരു ചർച്ചകൾ വഴിമുട്ടി പോയത് എന്നുള്ളത് തന്നെയാണ്. കാരണം 5 റൗണ്ട് ചർച്ചകൾ നടന്നപ്പോഴുമൊക്കെ ഇക്കാര്യത്തിലൊരു ധാരണയിലേക്ക് എത്താൻ ഇരു രാജ്യങ്ങളും തമ്മിൽ സാധിച്ചിരുന്നില്ല. അതുതന്നെയാണ് ഈ ചർച്ചകൾ പിന്നീട് തുടരേണ്ടതില്ല എന്നുള്ള അടക്കമുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു. പക്ഷേ ഈ വ്യാപാര കരാർ ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇനി ഈ US പ്രതിനിധികൾ അടുത്ത മാസം ഇന്ത്യയിലേക്ക് വരുമ്പോൾ വിദേശകാര്യമന്ത്രിയുമായൊക്കെ കൂടിക്കാഴ്ച നടത്തും. പീയൂഷ് ഗോയൽ അടക്കമുള്ളവർ ഈ ഒരു കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃത്യമായി ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു വ്യാപാര കരാറിനൊരു തീരുമാനമാകുമെന്ന് തന്നെയാണ് ഇന്ത്യ കരുതുകയും ചെയ്യുന്നത്, പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അതിനിടയിലാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു അധിക തീരുവ ചുമത്തുന്ന നടപടിയിലേക്ക് ട്രംപ് കടക്കുകയും ചെയ്തു. അതിൽ ലക്ഷ്യം വെക്കുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. കാരണം ഈ റഷ്യ യുക്രൈൻ സംഘർഷം, യുദ്ധം ഇത്തരത്തിൽ അനന്തമായി മുന്നോട്ട് പോവുകയാണ്. ഇന്ത്യയോട് കടുത്ത അതൃപ്തി ട്രംപിനുണ്ട് എന്നതുകൂടി നമ്മൾ എടുത്തു പറയണം. ഈ അധിക ചുങ്കം ചുമത്തുന്നത് മാത്രമല്ല, അതിനപ്പുറം പിഴ കൂടി ചുമത്തുമെന്ന് കൂടി ട്രംപ് നേരത്തെ അറിയിച്ചിരിക്കുകയായിരുന്നു. ഈ റഷ്യയുമായിട്ടുള്ള വ്യാപാര ബന്ധം ഉപേക്ഷിച്ചില്ലെങ്കിൽ ഇത്തരത്തിൽ നിരവധി രാജ്യങ്ങൾക്ക് മേൽ ഉപരോധം ചുമത്തും, പിഴ ചുമത്തുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ ഇന്ത്യ അതിന് വിപരീതമായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ്. ഈ സൗഹൃദം ഇത്തരത്തിലുള്ള ഭീഷണിയുടെ മുകളിൽ അവസാനിപ്പിക്കില്ല, റഷ്യയുമായിട്ടുള്ള വ്യാപാര ബന്ധം തുടരും എന്ന തരത്തിൽ തന്നെയാണ് ഇന്ത്യ നയം പ്രഖ്യാപിച്ചത്. അപ്പോൾ അതുകൂടി കൂടുതലായി ട്രംപിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അധിക ചുങ്കത്തിന് പുറത്ത് പിഴ കൂടി ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി ട്രംപ് നൽകുന്നില്ലേ? അതെ, തീർച്ചയായും. അതായത് ഈ പിഴ എത്രയാണ് എന്നടക്കമുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം 25% അധിക തീരുവയ്ക്ക് പുറമെ ഈ പിഴ കൂടി വരികയും ചെയ്യും. അപ്പം എത്രത്തോളം ഒരു തുകയാണ് ഇന്ത്യ അടക്കേണ്ടി വരുക എന്നുള്ള കാര്യത്തിൽ ഇനി ഒരു വ്യക്തത വരണം. കാരണം
നാളെയാണ് ഈ ഒരു ചുങ്കം നിലവിൽ വരുന്നത്. അതിനുശേഷമായിരിക്കും ഇതിൻ്റെയൊക്കെ ഒരു കണക്കുകൾ പുറത്തു വരിക എന്നുള്ളതാണ്. എത്രത്തോളം നഷ്ടം ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന്, നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഈ റഷ്യ യുക്രൈൻ സംഘർഷം അത് അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യാപകമായി ചർച്ചകൾ ഇടനിലക്കാരനാകുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചില അവകാശവാദങ്ങളൊക്കെയായി രംഗത്ത് വരികയും ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിരുന്നു ഇന്ത്യക്ക് മുന്നിലേക്ക് ഈ ഒരു ആവശ്യം, അതായത് ഉടനടി തന്നെ റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നതും ഒപ്പം തന്നെ എണ്ണ വാങ്ങുന്നതും അടക്കമുള്ള കാര്യങ്ങൾ അത് ഇന്ത്യ നിർത്തലാക്കണമെന്നുള്ള ഒരു ഭീഷണി സ്വരത്തിൽ ട്രംപിന്റെ വാക്കുകൾ വന്നത്. പക്ഷേ അത് അതേ നാണയത്തിൽ തന്നെ നടക്കില്ല എന്ന രീതിയിൽ തന്നെ ഇന്ത്യ കൃത്യമായി മറുപടി നൽകുകയും ചെയ്ത് നമ്മൾ കാണുകയും ചെയ്തതാണ്. സ്വാഭാവികമായും 60% എണ്ണ ഇന്ത്യ റഷ്യയിൽ നിന്നാണ് വാങ്ങുന്നത്. ഒപ്പം തന്നെ ഇറാനെയും ഇന്ത്യ എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ആശ്രയിക്കുകയും ചെയ്യുന്നുണ്ട്. അത്രത്തോളം നല്ല സൗഹൃദമാണ് റഷ്യയെ സംബന്ധിച്ച് ഇന്ത്യയുമായി ഉള്ളത്. ഈ എണ്ണയ്ക്ക് പുറമെ ആയുധങ്ങളും പലതും അത്തരത്തിലുള്ള പല കരാറും റഷ്യയുമായി ഇന്ത്യക്കുണ്ട്. അതൊക്കെ പൊടുന്നനെ ട്രംപ് പറഞ്ഞതുപോലെ തന്നെ പൊടുന്നനെ അവസാനിപ്പിച്ച് പിന്നോട്ട് പോകാൻ ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അതൊക്കെ നയതന്ത്ര തലത്തിൽ വലിയ രീതിയിൽ ചർച്ചകൾ നടത്തി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു തീരുവ പ്രഖ്യാപിച്ചതോടുകൂടി അതിൽ നിന്ന് മുട്ടുമടക്കാൻ ഇന്ത്യ ഒരിക്കലും തയ്യാറാകില്ല എന്നുള്ളത് തന്നെയാണ്. അത് കൃത്യമായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി തങ്ങളുടെ നിലപാട് അറിയിക്കാനും ഈ അധിക ചുങ്കം ചുമത്തുന്ന തീയതി നാളെ ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പിന്നോട്ട് പോകണം. അതല്ല എങ്കിൽ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ നിരവധി കാര്യങ്ങളിൽ അത് വലിയ തിരിച്ചടിയായി വരികയും ചെയ്യും. ഒപ്പം തന്നെ അമേരിക്കയിൽ ഉള്ള ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിലേക്ക് അയക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതിലും എത്രത്തോളം ചുങ്കം ഏർപ്പെടുത്തും ഇന്ത്യ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ഈ കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ വ്യാപാര യുദ്ധം അതിങ്ങനെ അനന്തമായി മുന്നോട്ട് പോകുന്ന കാഴ്ച നാളെ ട്രംപ് പ്രഖ്യാപിച്ച ഈ അധിക തീരുവ അത് എല്ലാ രാജ്യങ്ങൾക്കും മേലുള്ള അത് നടപ്പാക്കുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ എത്രത്തോളം രാജ്യങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വരികയും ചെയ്യും. അല്ലെങ്കിൽ മുൻകാലങ്ങളിലെ പോലെ തന്നെ ഈ ട്രംപ് ഈ തീരുവ പ്രഖ്യാപിച്ചതിന് പിന്നാലെ അത് മരവിപ്പിക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. ഒരു 90 ദിവസത്തെ കൂടി നീട്ടി നൽകുന്നു എന്നടക്കമുള്ള ചില പ്രഖ്യാപനങ്ങളും ഉണ്ടായിരുന്നു. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ, അല്ലെങ്കിൽ ഇന്ത്യയുടെ നിലപാട് കേട്ടതിനു ശേഷം ഇനി ട്രംപ് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നടക്കമുള്ള ആകാംക്ഷയിലാണ് ലോകമുള്ളത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച ഈ ചുങ്കത്തിന് പുറമെ പിഴ അടക്കം ഏർപ്പെടുത്തുമ്പോൾ അത് വലിയൊരു തോതിൽ ഇന്ത്യയുടെ കാർഷിക രംഗത്തെ ബാധിക്കും. ഒപ്പം തന്നെ സംരംഭകരെ വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. തീർച്ചയായും MG മിഥുനാണ് വിശദാംശങ്ങളുമായി ചേർത്തത്. എന്തായാലും സൗഹൃദം വേറെ ചുങ്കം വേറെ എന്നാണ് ട്രംപിന്റെ നയം. എന്തായാലും ഇന്ത്യക്ക് മേൽ പകര ചുങ്കമായി ചുമത്തിയിട്ടുള്ള 25% അധിക തീരുവ അത് പ്രാബല്യത്തിൽ വരാൻ പോവുകയാണ്. നാളെ മുതൽ ടെക്സ്റ്റൈൽ രംഗത്തും അതേപോലെ തന്നെ കാർഷിക ഉൽപ്പന്നങ്ങളും മരുന്നുകളും വാഹന ഘടകങ്ങളും ഇലക്ട്രിക് ഉൽപ്പന്നങ്ങളും ഒക്കെയാണ് കൂടുതലായി ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. അപ്പോൾ ഈ മേഖലയിലൊക്കെ ഒരു പതർച്ച ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയാണ് മുന്നിലുള്ളത്. പക്ഷേ അത്തരത്തിൽ ആശങ്കയ്ക്ക് വകയില്ല, വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് കേന്ദ്രം എന്തായാലും അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ വിഷയമടക്കം ഇന്ന് പാർലമെന്റിൽ പ്രതിപക്ഷം ഉയർത്തുമെന്നുള്ള കാര്യത്തിലും തർക്കമൊന്നുമില്ല. ഇനി മറ്റ് ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടന്നാൽ, പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് കാനഡ. സെപ്റ്റംബറിൽ ഇക്കാര്യത്തിൽ പ്രഖ്യാപനം നടത്തിയേക്കും. ഇതോടെ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുന്ന മൂന്നാമത്തെ G7 രാജ്യമായി കാനഡ മാറും. Canada intends to recognize the state of Palestine at the 80th session of the United Nations General Assembly in September 2025. This intention is predicated on the Palestinian Authority's commitment to much-needed reform, including commitments by the Palestinian Authority's President Abbas to fundamentally reform its government, to hold general elections in 2026 in which Hamas can play no part, and to demilitarize the Palestinian state. Canada will increase its efforts in supporting strong democratic governance in Palestine and the contributions of its people to a more peaceful and hopeful future. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. വിവരങ്ങളുമായി അജയ് സുധ ബിജു നമുക്കൊപ്പം ചേരുകയാണ്. അജയ്, ഗുഡ് മോർണിംഗ്. ഫ്രാൻസിനും UK-ക്കും പിന്നാലെ കാനഡ കൂടി പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കുമെന്നുള്ള തീരുമാനം അറിയിച്ചിരിക്കുകയാണ്.
അതേ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പാലസ്തീനിൽ ഉയർന്നു വരുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും അവിടെയുള്ള പ്രശ്നങ്ങളും എല്ലാം ചർച്ച ചെയ്തിരുന്നു. ഇത്തരത്തിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ അതെല്ലാം കാരണമാണ് നേരത്തെ 2 G7 രാജ്യങ്ങളായിട്ടുള്ള ഫ്രാൻസും അതുപോലെ തന്നെ UK-യും പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അവർക്ക് പിന്നാലെ കാനഡയും ഇത്തരത്തിൽ പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കും എന്ന് നിലവിൽ പറഞ്ഞിരിക്കുകയാണ്. സെപ്റ്റംബറിൽ നടക്കാനിരിക്കുന്ന ഈ യുണൈറ്റഡ് നേഷൻസിൻ്റെ 80ാമത് സെഷനിലായിരിക്കും ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നടത്തുക എന്ന് മാർക്ക് കാർണി വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. എന്നാൽ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഇത്തരത്തിലുള്ള സ്വതന്ത്ര രാഷ്ട്ര പ്രഖ്യാപനം അത് എത്രനാൾ നീളും, അതിൻ്റെ ഭാവി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനം എടുക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതായത് അടുത്ത വർഷം ഹമാസിൻ്റെ പിന്തുണയില്ലാതെ പലസ്തീനിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് അത് തീർച്ചയായിട്ടും പലസ്തീനിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കണം. അതുപോലെ തന്നെ പലസ്തീനെ ഇത് ഡീമിലിറ്ററൈസ് ചെയ്യണം, അവിടെയുള്ള ആയുധങ്ങളുടെ അളവ് കുറയ്ക്കണം, അതുപോലെ തന്നെ സംഘർഷങ്ങളിൽ നിന്ന് പിന്മാറണം, അതുപോലെ പിടിച്ചെടുത്തിട്ടുള്ള മറ്റ് ആൾക്കാരെ അത് മോചിപ്പിക്കാനായിട്ട് തയ്യാറാകണം തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾ മാർക്ക് കാർണി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഇവിടെ ഈ പാലസ്തീനിൽ ഒരു ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി കാനഡയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ പിന്തുണയും ലഭ്യമായിരിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായിരുന്നു. അതുപോലെ തന്നെ കാനഡ വർഷങ്ങളായി ഇസ്രായേലിനും പാലസ്തീനിനും ഇടയിലുള്ള സംഘർഷങ്ങൾക്ക് പരിഹാരം ദ്വിരാഷ്ട്ര നയമാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ നിലവിലുള്ള സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നതും അത്തരത്തിൽ ദ്വിരാഷ്ട്ര നയമാണ് ഈ പ്രശ്നങ്ങൾക്ക് അന്തിമ പരിഹാരം എന്നാണെന്നും അദ്ദേഹം പറയുന്നു. ഇസ്രായേൽ പാലസ്തീനിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും അതുപോലെ തന്നെ പട്ടിണി മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പരിഹാരം കാണുന്നതിൽ പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടിട്ടുണ്ടെന്നും ഇത്തരത്തിൽ ഈ പ്രശ്നങ്ങൾക്ക് അന്തിമ പരിഹാരം എന്നത് ഈ ദുരാഷ്ട്ര നയമാണ്. കാനഡ തീർച്ചയായിട്ടും യുദ്ധത്തിന് മേൽ സമാധാനത്തെ ആഗ്രഹിക്കുന്നു. ഈ സമാധാനത്തിന് മേലുള്ള തങ്ങളുടെ പിന്തുണയും നയവും കാരണമാണ് ഇത്തരത്തിൽ പാലസ്തീനെ സെപ്റ്റംബറിൽ അംഗീകരിക്കാൻ തീരുമാനമെടുത്തതായും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ ഇസ്രായേലിൻ്റെ പ്രതികരണവും നിലവിൽ വന്നിട്ടുണ്ട്. കാനഡയിലുള്ള ഇസ്രായേലി എംബസി ഇതിനെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. യാതൊരുവിധ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കും തങ്ങളുടെ രാജ്യം വഴങ്ങില്ലെന്നും പാലസ്തീൻ പോലെയുള്ള ഒരു ജിഹാദി രാഷ്ട്രത്തെ ഒരിക്കലും ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കാനുള്ള നിലപാടിനെ പിന്തുണയ്ക്കില്ല എന്നും കാനഡയിലെ ഇസ്രായേലി എംബസി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പാലസ്തീനിൽ നടക്കുന്നു എന്ന് ലോകരാജ്യങ്ങൾ അവകാശപ്പെടുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ അതുപോലെ തന്നെ പട്ടിണി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഇവ പരിഹരിക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അജയ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പലസ്തീനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതിന്റെ അങ്ങേയറ്റത്തെ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് നടക്കുന്നത്. പട്ടിണി മരണങ്ങളെക്കുറിച്ചും അവിടെയുള്ള അവശേഷിക്കുന്ന ജനതയെക്കുറിച്ചുമൊക്കെ അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകളും അവിടെ നിന്നുള്ള കാഴ്ചകളും ഒക്കെ നമ്മളെയൊക്കെ വല്ലാതെ നൊമ്പരപ്പെടുത്തുകയും ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. ഇസ്രയേൽ എന്താണ് അവിടെ ചെയ്യുന്നത്, എങ്ങനെയാണ് അവിടേക്ക് എത്തുന്ന സഹായങ്ങളെ പോലും തടുക്കുന്നത് എന്നൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇസ്രയേലിൻ്റെ ഈ ഉത്തരങ്ങൾക്കോ അല്ലെങ്കിൽ വിശദീകരണത്തിനോ ഒന്നും അവിടെ സ്ഥാനമില്ല എന്നത് വാസ്തവമാണ്. അത് എടുത്തു പറയണമല്ലോ. ഈ കാനഡയും UK-യും ഫ്രാൻസും ഒക്കെ ഇത്തരത്തിൽ സ്വതന്ത്ര രാഷ്ട്രമായി പലസ്തീനെ പ്രഖ്യാപിച്ചുകൊണ്ട് അത്തരത്തിൽ പ്രഖ്യാപനം നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് എത്തുമ്പോൾ അത് പലസ്തീൻ എത്രത്തോളം ഗുണകരമാകും എന്ന ചോദ്യം ഉണ്ടല്ലോ. അതെ, തീർച്ചയായിട്ടും അത് ഇനി ഈ ഒരു വിഷയത്തിൻ്റെ ഭാവി എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും പലസ്തീൻ്റെ നിലപാടും അതുപോലെ തന്നെ അവിടെയുള്ള പ്രധാന മിലിറ്ററി ഗ്രൂപ്പായിട്ടുള്ള ഹമാസിൻ്റെ ഒരു നിലപാടും അനുസരിച്ചിരിക്കും. കാര്യം ഹമാസിൻ്റെ പിന്തുണയില്ലാതെ അടുത്ത വർഷം അവിടെ ഒരു ജനാധിപത്യപരമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കണമെന്നും അതുപോലെ തന്നെ അവിടെയുള്ള സൈനിക ശേഷി അതുപോലെ തന്നെ ആയുധവൽക്കരണം ഇതെല്ലാം കുറയ്ക്കണമെന്നും കാനഡ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഫ്രാൻസും അതുപോലെ തന്നെ UK-യും ഇതേ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇത്തരത്തിൽ അവിടെ ഒരു ജനാധിപത്യം പുനഃസ്ഥാപിക്കണമെന്ന് ഈ രാജ്യങ്ങളും അവകാശപ്പെടുന്നുണ്ട്. നിലവിൽ ഈ 3 G7 രാജ്യങ്ങളും പലസ്തീനിൽ നടക്കുന്ന ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇതിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഇതിനൊരു പരിഹാരം എന്നുള്ള നിലയ്ക്കാണ് ഇത്തരത്തിൽ പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കാനായി നിലവിൽ മുന്നോട്ട് വന്നിട്ടുള്ളത്. എന്നാൽ ഇസ്രായേൽ ഇതിനെ പൂർണ്ണമായിട്ട് തള്ളിക്കളയുന്നു എന്നുള്ളത് കാനഡയിലെ ഇസ്രായേലി എംബസിയുടെ പ്രസ്താവനയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അവിടെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ഉയർന്നു വന്നിട്ടുള്ള പ്രത്യേകിച്ച്
പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായിട്ടുള്ള അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വരെ ഉയർന്നു വന്നിട്ടുള്ള വിമർശനങ്ങൾ കാരണം കുറച്ച് എയർ ഡ്രോപ്പ് വഴി ഭക്ഷണങ്ങളെല്ലാം വിതരണം ചെയ്തിരുന്നു. അപ്പോൾ ഇതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇസ്രായേൽ ഇത്തരം വാദങ്ങളെ പ്രതിരോധിക്കുന്നത്. എന്തായാലും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ, അന്താരാഷ്ട്ര രാജ്യങ്ങൾ, മറ്റ് രാജ്യങ്ങൾ, ലോകരാജ്യങ്ങളുടെ ഒക്കെ പിന്തുണ അത് പലസ്തീന് ഗുണകരമായി തന്നെ വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അജയ് സുധാ ബിജുവാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. റാപ്പർ വേടനെതിരെ ബലാത്സംഗ കേസ്. യുവ ഡോക്ടറുടെ പരാതിയിലാണ് തൃക്കാക്കര പോലീസ് കേസെടുത്തത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നാണ് പരാതി. നവമി ദിനേശ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. നവമി, എന്താണ് ഈ പരാതിയുടെ മറ്റ് വിശദാംശങ്ങൾ? ആര്യ, ഇന്നലെയാണ് തൃക്കാക്കര പോലീസിൽ യുവ ഡോക്ടർ വേടനെതിരെ പരാതി നൽകിയത്. ഈ പരാതിയിൽ പറയുന്നത് 2020-2021 കാലഘട്ടങ്ങളിൽ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഈ യുവ ഡോക്ടർ വേടനെ പരിചയപ്പെടുന്നത്. ആ സമയം മുതൽ തന്നെ വേടൻ ആദ്യം കോഴിക്കോടും പിന്നീട് കൊച്ചിയിലും തൃക്കാക്കര സ്റ്റേഷന്റെ പരിധിയിലുമായി പലയിടങ്ങളിൽ ഫ്ളാറ്റിൽ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. പിന്നീട് ആദ്യത്തെ ബലാത്സംഗ പീഡനം കഴിഞ്ഞതിന് ശേഷം വേടൻ വിവാഹ വാഗ്ദാനം നൽകുകയും ചെയ്തിരുന്നു. പിന്നീട് 2023 ആയപ്പോഴേക്കും തന്റെ സ്വഭാവത്തിൽ ചില മോശങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വേടനെ വളരെ രീതിയിൽ പോസസീവ് ആണെന്നൊക്കെ ആരോപിച്ചുകൊണ്ട് തന്നെ ഒഴിവാക്കുകയായിരുന്നു എന്ന് കൂടിയാണ് ഈ പരാതിയിൽ പറയുന്നത്. 2023 വരെ വേടൻ പലയിടങ്ങളിൽ, പ്രത്യേകിച്ച് കോഴിക്കോടും എറണാകുളത്തും ഫ്ളാറ്റുകളിലും ഹോട്ടലുകളിലും കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന് കൂടിയാണ് ഈ യുവ ഡോക്ടർ നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തൃക്കാക്കര പോലീസ് റാപ്പർ വേടനെതിരെ FIR ഇട്ടുകൊണ്ട് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. IPC 376 ബലാത്സംഗ വകുപ്പ് പ്രകാരമാണ് വേടനെതിരെ കേസെടുത്തിരിക്കുന്നത്. 2020 ഇരുവരും ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ടത്. പിന്നീട് ആ പരിചയം ഇവർ തമ്മിലൊരു വലിയ സൗഹൃദമായി പോവുകയും പിന്നീട് അത് പ്രണയത്തിലേക്ക് വഴിവെക്കുകയും ചെയ്തു. ആ പ്രണയത്തിന് ഇടയിലാണ് വേടൻ പലയിടങ്ങളിൽ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തത് എന്നുകൂടിയാണ് യുവതി പറയുന്നത്. പക്ഷെ പിന്നീട് ആ ഒരു ബന്ധത്തിൽ വേടന് അതൃപ്തി ഉണ്ടായിരുന്നു. തന്റെ സ്വഭാവത്തിൽ ചില പ്രശ്നങ്ങളുണ്ടെന്നും താൻ വേടനോട് വളരെ പോസസീവ് ആയിട്ടാണ് സംസാരിക്കുന്നത്, തന്റെ സ്നേഹം വേടൻ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് തന്നെ ഒഴിവാക്കുകയായിരുന്നു എന്നുകൂടി യുവ ഡോക്ടർ ഇന്നലെ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന വകുപ്പ് പ്രകാരം, ബലാത്സംഗം ചെയ്തു എന്ന വകുപ്പ് പ്രകാരം യുവതിയുടെ പരാതിയിൽ, യുവ ഡോക്ടറുടെ പരാതിയിൽ വേടനെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇന്നലെ തൃക്കാക്കര പോലീസാണ് ഈ വേടനെതിരായിട്ടുള്ള കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇനി എന്തായിരിക്കും പോലീസിന്റെ തുടർ നടപടികൾ എന്നാണ് ഇനി കാണേണ്ടത്. നമുക്കറിയാം, ഈ അടുത്ത കാലത്തായി വേടനെതിരെ ആദ്യം ഒരു കഞ്ചാവ് കേസ് വരുന്നു. അതിന് പിന്നാലെ പുൽപ്പള്ളി കേസ് വനം വകുപ്പിന്റെ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. പിന്നീട് അത് വേടനെ വിട്ടയക്കുന്ന സാഹചര്യങ്ങളിലേക്കൊക്കെ പോകുന്നു. വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ട ഒരു വ്യക്തി കൂടിയായിരുന്നു വേടൻ. അതിനിടയിലാണ് വീണ്ടും ഒരു ബലാത്സംഗ കേസ് കൂടി വേടനെതിരെ രജിസ്റ്റർ ചെയ്യുന്നത്. ആഘോഷങ്ങൾക്കൊപ്പം തന്നെ വിവാദങ്ങളും വേടനെ വിട്ട് ഒഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല എന്നതാണ് സാഹചര്യം. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നടന്ന വാർത്താ വിവാദങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലോ നവമി. അതിനപ്പുറം ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന തരത്തിലൊരു പരാതി കൂടി വരുമ്പോൾ നമുക്കറിയാം, ഒരു 2 വർഷം മുമ്പൊക്കെ ആയിരിക്കാം ഒരു മീറ്റു ആരോപണങ്ങൾ ഇത്തരത്തിൽ നിരവധി സ്ത്രീകൾ വേടനെതിരെ ഉന്നയിക്കുന്ന, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അതിന് പിന്നാലെ വേടൻ തന്നെ അത് അക്സെപ്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അത് എനിക്ക് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുള്ള വ്യക്തിയാണ്, ഞാനതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നു, മാപ്പ് ചോദിക്കുന്നു എന്ന തരത്തിൽ വേടൻ തന്നെ അത് അംഗീകരിക്കുകയും മറ്റൊരു പുതിയ മനുഷ്യനായി തന്നെ മാറാൻ അനുവദിക്കണമെന്ന് സമൂഹത്തോട് ആവശ്യപ്പെടുന്ന വേടനെയൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ഈ ഒരു കേസിലേക്ക് എത്തിയാലും ഇത് 2-3 വർഷങ്ങൾ മുമ്പ് നടന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ പരാതിപ്പെടാനുണ്ടായ ഒരു സാഹചര്യം എന്താണ് എന്നത് ഈ യുവതി വ്യക്തമാക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഇത്രയും വർഷമായി ഈ പെൺകുട്ടി പരാതി നൽകാത്തതെന്ന് ഇപ്പോഴും ചോദ്യമാകുന്നുണ്ട്. കാരണം
23-ലാണ് വേടൻ തന്നെ ഒഴിവാക്കിയതെന്ന് കൂടിയാണ് പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും വർഷം കഴിഞ്ഞും വേടനെതിരെ പെൺകുട്ടി പരാതി നൽകാത്തത് എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അത് നമുക്ക് വരും മണിക്കൂറുകളിൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. ഇനി എന്തുകൊണ്ടാണ് വേടനെതിരെ ഇപ്പോൾ ഒരു പരാതിയുമായി യുവതി രംഗത്തെത്തിയതെന്ന്. എന്തായാലും IPC വകുപ്പ് പ്രകാരമാണ്. കാരണം ഇത് 2020 മുതൽ 23 വരെ നടന്ന സംഭവമായതിനാൽ IPC വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇനി എത്രത്തോളമാണ് ഇതിന്റെ നിയമ സാധ്യതയാണ് ഇനി കാണേണ്ടത്. തെളിവടക്കം വേടനെതിരെ തെളിവുകളടക്കം ശേഖരിക്കേണ്ടതുണ്ട്. അതിനൊക്കെ ഏത് രീതിയിലായിരിക്കും ഈ കേസ് നിലനിൽക്കുക എന്നുള്ളതും നമുക്ക് വഴിയെ അറിയാൻ സാധിക്കുള്ളൂ. എന്തായാലും യുവതി പറയുന്നത് പ്രകാരം ഈ വേടൻ തന്നെ ഒഴിവാക്കിയതിന് പിന്നാലെ തനിക്ക് മാനസികമായി വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി. താൻ ഡിപ്രഷന് അടിമപ്പെട്ടിട്ടുണ്ട്. അതിന്റെ രീതിയിലുള്ള ചികിത്സ തേടി വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്ന സാഹചര്യം, മാനസികമായി തന്നെ വല്ലാതെ തളർത്തുകയും ചെയ്തിരുന്നു. അതിൽ നിന്നെല്ലാം മോചനം ലഭിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു മാനസിക സമ്മർദ്ദത്തിൽ നിന്നൊക്കെ താൻ തിരിച്ച് തന്റെ മാനസിക അവസ്ഥ വീണ്ടെടുത്തതിന് ശേഷമാണ് ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയതെന്നാണ് അപ്പോൾ യുവതി പറയുന്നത്. പക്ഷെ ഇതിലൊക്കെ കുറച്ചുകൂടി വ്യക്തത കൈവരേണ്ടതുണ്ട്. ഒപ്പം വേടന്റെയും പ്രതികരണം ലഭിക്കേണ്ടതുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തു എന്നാണ് വേടനെതിരെ കേസ് എടുത്തിരിക്കുന്നത്. ഇതിൽ എന്താണ് വേടന് പറയാനുള്ളത്? ഒപ്പം ഈ യുവതി എന്തുകൊണ്ടാണ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷവും പരാതിയുമായി രംഗത്തെത്തിയത്? അങ്ങനെ പല ചോദ്യങ്ങളും ബാക്കിയായിട്ടുണ്ട്. എന്തായാലും തൃക്കാക്കര പോലീസ് ഇന്ന് പുലർച്ചയോടുകൂടിയാണ് വേടനെതിരെ കേസെടുത്തിരിക്കുന്നത്. യുവ ഡോക്ടർ ഇന്നലെയാണ് വേടനെതിരെ വിവാഹ വാഗ്ദാനം നൽകി തന്നെ പീഡിപ്പിച്ചു എന്നൊരു പരാതി തൃക്കാക്കര പോലീസിന് കൈമാറിയിരിക്കുന്നത്. നവമി, എന്തായാലും ഈ ഇത്രയും വർഷം കഴിഞ്ഞ് ആണല്ലോ പരാതി നൽകിയത് എന്നുള്ള തരത്തിലുള്ള ചില വിമർശനങ്ങളൊക്കെ സമൂഹത്തിൽ നിന്ന് പൊതുവെ ഉണ്ടാകാറുള്ളതാണ്. ഈ കേസിലും സ്വാഭാവികമായി അത് ഉണ്ടാകും. പക്ഷെ അത്തരം ചോദ്യങ്ങൾക്കോ വിമർശനങ്ങൾക്കോ പ്രസക്തിയില്ല എന്നുകൂടി ഒരിക്കൽ കൂടി പറയട്ടെ. അതിനപ്പുറം ഈ FIR ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി വേടനെതിരായ നിയമ നടപടി അത് ഏത് തരത്തിൽ മുന്നോട്ട് പോകും എന്നതിനെക്കുറിച്ച് സൂചനയുണ്ടോ നവമി? ആര്യ, അത് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ IPC വകുപ്പുകളാണ് കൃത്യമായിട്ടുള്ള തെളിവുകൾ വേടനെതിരെ ശേഖരിക്കേണ്ടതുണ്ട്. ഇതിനു മുൻപും നമുക്കറിയാം പുലിപ്പള്ളി കേസിലടക്കം എന്തുകൊണ്ടാണ് വേടനെ കുറ്റവിമുക്തനാക്കിയത്, അല്ലെങ്കിൽ കുറ്റവിമുക്തനാക്കിയതിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് ജാമ്യം കിട്ടി, പിന്നീട് വനം വകുപ്പിന് തന്നെ ഈ കേസ് ഒരു തിരിച്ചടിയാകുന്നത് തെളിവുകളുടെ അഭാവമാണ്. ഇവിടെയും ഇത്തരത്തിലൊരു പരാതി ലഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പോലീസിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കേണ്ടതുണ്ട്. കൃത്യമായിട്ടുള്ള രേഖകൾ ആവശ്യമുണ്ട്. ഇതെല്ലാം ഇനി വരും മണിക്കൂറിൽ വേടനെ അടക്കം ചോദ്യം ചെയ്യുന്ന സാഹചര്യങ്ങളിലേക്കൊക്കെ കടക്കും. ഇത്രയും വർഷം കടന്നു കഴിഞ്ഞിരിക്കുന്നതിനാൽ ഏത് രീതിയിലായിരിക്കും പോലീസ് ഇതുമായി മുന്നോട്ട് പോവുക എന്നതാണ് നോക്കി കാണേണ്ടത്. എന്തായാലും 2020 മുതൽ 23 വരെയാണ് യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി വേടൻ പീഡിപ്പിച്ചത് എന്നാണ് യുവതിയുടെ മൊഴി പ്രകാരം FIR പോലീസ് രജിസ്റ്റർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി തുടർ നടപടികൾ വേടന്റെ ചോദ്യം ചെയ്യലടക്കമുള്ളവ നടക്കേണ്ടതുണ്ട്. ഇത്രയും കാലം പെൺകുട്ടി പരാതിയുമായി വരാത്തതിന്റെ അടിസ്ഥാനം, അതും തനിക്ക് മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങൾ ഉണ്ടായി. വേടൻ തന്നെ ഒഴിവാക്കിയത് മൂലം തനിക്ക് വളരെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നുകൂടി യുവതി പറയുന്ന സാഹചര്യമുണ്ടായി. അതെല്ലാം പോലീസിന് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. വേടനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. എന്തായാലും വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം വേടൻ വാർത്തകൾ നിറയുകയാണ്. ആര്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുമ്പും വേടനെതിരെ ഇത്തരത്തിൽ ബലാത്സംഗ പരാതികൾ, പീഡന പരാതികളും ഉയർന്നിരുന്നു. അന്നും വേടൻ അത് കുറ്റസമ്മതം നടത്തുന്ന സാഹചര്യമായിരുന്നു. പിന്നീട് അത് കേസ് പാതി വഴിയിൽ അവസാനിക്കുന്ന ഒരു രീതിയിലേക്ക് മാറി. ഇതെന്തായാലും ഇപ്പോൾ ഈ അതെ, ആ ഘട്ടത്തിൽ നവമി നമ്മൾ ഓർക്കുമ്പോൾ, അതായത് പല ഇത്തരത്തിലുള്ള ആരോപണങ്ങളും മീറ്റു ആരോപണങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഒതുങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. നിയമപരമായിട്ട് മുന്നോട്ട് അത്രത്തോളം പല കേസുകളും മുന്നോട്ട് പോയിട്ടില്ല എന്നതായിരുന്നു സാഹചര്യം. പക്ഷേ ഇത് നിയമക്കുരുക്കിലേക്ക് കൂടി വേടൻ ഈ കേസിൽ എത്തി നിൽക്കുന്നു എന്നതാണ്. ഇനി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് വേടന്റെ മറുപടി എന്താണ്, ഈ വിഷയത്തിൽ വേടൻ എങ്ങനെ പ്രതികരിക്കും എന്നതാണ്. നവമി ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ സമാനമായിട്ടുള്ള പല കുറ്റകൃത്യങ്ങളുടെ പേരിലും ആരോപണ വിധേയനാകുമ്പോഴും കേസുകൾ ഉയരുമ്പോഴും ഒക്കെ ആ തെറ്റുകൾ അക്സെപ്റ്റ് ചെയ്യുന്ന വേടനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ സമാനമായ രീതിയിൽ തന്നെ ആയിരിക്കുമോ ഈ വിഷയത്തിലും വേടൻ ഇനി പ്രതികരിക്കാൻ പോകുന്നത്? അതോ അതിനപ്പുറം ഈ ആരോപണത്തെ, ഈ പരാതിയെ തള്ളിക്കൊണ്ടായിരിക്കുമോ വേടൻ രംഗത്തേക്ക് എത്തുക എന്നൊക്കെ അറിയാനാണ് ഇനി ബാക്കിയുള്ളത്, അല്ലേ നവമി?
അതെ അതെ എന്തായാലും പോലീസ് ഇതിൽ കേസ് എടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ വേടനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന അടക്കമുള്ള ഘട്ടങ്ങളിലേക്ക് കടക്കും. 2021 ഓഗസ്റ്റ് മുതൽ 2023 മാർച്ച് മാസം വരെയാണ് വിവിധയിടങ്ങളിൽ വെച്ച് വേടൻ പീഡിപ്പിച്ചു എന്നാണ് യുവതി നൽകിയിരിക്കുന്ന പരാതിയും. അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ പോലീസിന് ശേഖരിക്കേണ്ടതുണ്ട്. വേടനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടൊക്കെ വേടനെ വിളിച്ചു വരുത്താനുള്ള സാഹചര്യം ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇതിനു മുൻപ് നമ്മൾ കണ്ട കേസുകൾ, ഈ മീട്ടു ആരോപണങ്ങളെല്ലാം പാതി വഴിയിൽ നിൽക്കുമ്പോൾ ഇവിടെ ഒരു കൃത്യ പരാതിയുമായി തന്നെയാണ് ഈ യുവ ഡോക്ടർ പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. അതും കൊച്ചിയിൽ, പ്രത്യേകിച്ച് തൃക്കാക്കര പോലീസിന്റെ പരിധിയിലുള്ള ഫ്ളാറ്റിലോ ഹോട്ടലിലും വേടൻ പെൺകുട്ടിയെ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുകൂടി പറയുന്നുണ്ട്. അത് വിവാഹ വാഗ്ദാനം നൽകി ആദ്യമാണ് ഇവർ പരിചയപ്പെട്ടതിന് ശേഷം കോഴിക്കോട് പോയിട്ടാണ് ആദ്യമായി യുവതിയെ പീഡിപ്പിക്കുന്നത്. ആ സമയത്ത് തന്നെ വേടൻ തന്നെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി പിന്നീട് പലയിടങ്ങളിൽ പോയി പീഡിപ്പിക്കുകയും ചെയ്തു. പിന്നെ ആ പ്രണയത്തിൽ ഈ യുവതി വളരെ പൊസസീവായിട്ടാണ് വേടനോട് പെരുമാറുന്നതെന്ന് പറയുകയും പിന്നീട് ഈ പെൺകുട്ടിയുടെ സ്വഭാവം ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേടൻ ഈ പെൺകുട്ടിയെ ഒഴിവാക്കുകയും ചെയ്തിരുന്നു എന്നുകൂടിയാണ് ഇന്നലെ പോലീസിന് നൽകിയ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തനിക്ക് വളരെ മാനസികമായി സമ്മർദ്ദമുണ്ടായി, മാനസിക പ്രശ്നങ്ങളുണ്ടായി, താൻ വീട്ടിൽ ഒറ്റയ്ക്കിരുന്നു, പല ചികിത്സകളും തേടി. ഇതിനൊക്കെ ഒടുവിലാണ് വേടനെതിരെ പരാതി നൽകുവാനായി തയ്യാറായിരുന്നു കൂടിയാണ് യുവതി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പോലീസിന്റെ തുടർ നടപടി ഇനി അടുത്ത ഘട്ടത്തിൽ വേടനെ ചോദ്യം ചെയ്യുക എന്നതാണ്. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ, തൃക്കാക്കര പോലീസ് എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. വേടന്റെ പ്രതികരണവും വന്നിട്ടില്ല. വരും മണിക്കൂറിൽ വേടനും ഇതിനെ ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത് എന്നുകൂടി കാത്തിരുന്ന് അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും IPC 376 വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ കേസ്. നവമി, കൂടുതൽ വിശദാംശങ്ങൾ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. ഒരുപാട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാൻ ബാക്കിയുമുണ്ട്. അതായത് കോട്ടയം സ്വദേശിയായിട്ടുള്ള ഒരു ഡോക്ടറാണ് ഈ പരാതി നൽകിയിട്ടുള്ളത്. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ടു, അതൊരു ബന്ധത്തിലേക്ക് പോയി എന്ന തരത്തിലാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഈ സാമ്പത്തിക ഇടപാടുകളുമുണ്ട്, അത്തരത്തിൽ സാമ്പത്തികമായ ഇടപാടുകളുമുണ്ട് എന്ന തരത്തിലുള്ള പരാതി കൂടിയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അപ്പോൾ ബലാത്സംഗ കേസിനപ്പുറം സാമ്പത്തികമായ ഇടപാടുകൾ, അതുമായി ബന്ധപ്പെട്ട പരാതി കൂടി ഉണ്ടെങ്കിൽ ഈ കേസിന്റെ മാനം മാറുന്നുണ്ട്, കുറച്ചുകൂടി കുരുക്ക് മുറുകും വേടന് എന്നതുകൂടിയാണ് നമുക്ക് മുന്നിലുള്ള സൂചന. അതെ ആര്യ, അങ്ങനെ തന്നെ നമുക്ക് കണക്കാക്കേണ്ടിയിരിക്കുന്നു. ഈ കോട്ടയം ആർപ്പുക്കര സ്വദേശിയാണ് ഈ യുവ ഡോക്ടർ. ഇൻസ്റ്റഗ്രാം വഴിയാണ് ഇവർ പരിചയപ്പെട്ടത്. സാമ്പത്തിക ഇടപാടും ഇവർക്കിടയിൽ നടന്നിട്ടുണ്ട്. അതായത് യുവ ഡോക്ടറിൽ നിന്നും വേടൻ പണം വാങ്ങിയിട്ടുണ്ട് എന്നുകൂടി വിവരം ലഭിക്കുന്നുണ്ട്. കോട്ടയത്തും കാക്കനാടും കൊച്ചിയിലും ഒക്കെ വിവിധ ഇടങ്ങളിൽ വെച്ചാണ് ഇത്തരത്തിലൊരു പീഡനം സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും വേടന്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്ന് ഉള്ള വിവരം കൂടി ലഭ്യമാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വേടനെതിരെ കുരുക്ക് മുറുകുന്ന സാഹചര്യമാണ്. നേരത്തെ വേടനെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകൾ പോലെയല്ല ഇത്. കുറച്ചുകൂടി ഗൗരവ സ്വഭാവമുള്ള പീഡന പരാതി, ബലാത്സംഗത്തോടൊപ്പം തന്നെ സാമ്പത്തിക തട്ടിപ്പുമുണ്ട്. ഈ രണ്ട് ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ തന്നെയാണ് വേടനെതിരെ ഇപ്പോൾ പോലീസ് ചുമത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വേടന്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയും നമുക്ക് ഇവിടെ തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും വേടനെതിരായിട്ടുള്ള തൃക്കാക്കര തൃക്കാക്കര സ്റ്റേഷനിലാണ് ഇപ്പോൾ യുവ ഡോക്ടർ വേടനെതിരെ ബലാത്സംഗ പരാതിയും സാമ്പത്തിക തട്ടിപ്പ് വകുപ്പ് മൊഴി നൽകിയിരിക്കുന്നത്. ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ തന്നെയാണ്, പരാതി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ വേടന്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്കും അന്വേഷണ സംഘം കടക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. നേരത്തെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ കഞ്ചാവ് കേസിലായിക്കോട്ടെ, പുലിപ്പള്ളി കേസിലായിക്കോട്ടെ, അതിനു മുൻപുള്ള മീറ്റു ആരോപണങ്ങളിലൊക്കെ വേടൻ രക്ഷപ്പെട്ടു വന്നെങ്കിൽ പോലും ഈ കേസിൽ അല്പം ഗുരുതര സ്വഭാവമുള്ളത് തന്നെയാണ്, ഗുരുതര വകുപ്പുകൾ തന്നെയാണ്. എന്തായാലും പോലീസ് ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പല 2020 മുതൽ 2023 വരെയാണ് ഈ പെൺകുട്ടിയെ പലയിടങ്ങളിൽ കൊണ്ടുപോയി. അത് കോഴിക്കോട് പോയിട്ടുണ്ട്, കൊച്ചിയിൽ പോയിട്ടുണ്ട്. കൊച്ചിയിലെ വിവിധ ഇടങ്ങളിൽ വെച്ചും ഹോട്ടലിൽ വെച്ചും ഫ്ളാറ്റിൽ വെച്ചുമൊക്കെ
പീഡനം നടന്നിട്ടുണ്ടെന്ന് കൂടിയാണ് യുവതി പറയുന്നത്. ഇതിന് പിന്നാലെ തനിക്ക് വലിയ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവുകയും വേടൻ തന്നെ ഉപേക്ഷിക്കുകയും ചെയ്തു. പിന്നീട് തന്റെ ബന്ധം തുടരുന്നതിന് വേണ്ടി വേടൻ തയ്യാറായില്ല. തന്റെ സ്വഭാവത്തിലെ ചില കുറ്റങ്ങൾ കണ്ട് പിടിക്കുകയും ചെയ്തു എന്നുകൂടി യുവതിയുടെ പരാതിയിൽ പറയുന്നുണ്ട്. എന്തായാലും ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ആണിപ്പോൾ വേടനെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത്. അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ആര്യ. യെസ്, നവമി ദിനേശാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും വിവാദങ്ങളും കേസുകളും ഒന്നും വേടനെ വിട്ട് ഒഴിയുന്നില്ല എന്നതാണ് സാഹചര്യം. ഇപ്പോൾ റാപ്പർ വേടനെതിരെ ബലാത്സംഗ കേസാണ് കോട്ടയം സ്വദേശിനിയായിട്ടുള്ള ഒരു യുവ ഡോക്ടർ നൽകിയിട്ടുള്ളത്. FIR ചുമത്തിയിട്ടുണ്ട്. അറസ്റ്റിലേക്ക് അടക്കം കാര്യങ്ങൾ നീങ്ങുമോ എന്നതറിയില്ല. ബലാത്സംഗ കേസിനൊപ്പം തന്നെ സാമ്പത്തിക ക്രമക്കേട് അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടും ഇത്തരത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ള പരാതി കൂടിയാണ് യുവ ഡോക്ടർ നൽകിയിട്ടുള്ളത്. അപ്പോൾ കേസിന് കൂടുതൽ ഗുരുതരമാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടന്നാൽ ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ UDF MPമാർ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കാണും. ഉച്ചയ്ക്ക് 12 മണിക്ക് പാർലമെന്റിലാണ് കൂടിക്കാഴ്ച. വിഷയം ഇന്നും സഭയിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന് തീരുമാനം. അറസ്റ്റിനെതിരെ കേരളത്തിലും പ്രതിഷേധം തുടരുകയാണ്. ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കാനാണ് ആലോചന. MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 7 ദിവസമായി 2 കന്യാസ്ത്രീകളും അവിടെ ഛത്തീസ്ഗഡിൽ തടവറയിലായിട്ട് എന്നുള്ളതാണ്. 2 കോടതികളാണ്, മജിസ്ട്രേറ്റ് കോടതിയും സെഷൻസ് കോടതിയും. ഇതിൽ ഇടപെടാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പിന്മാറിയിരിക്കുകയാണ്. അതിനപ്പുറം ഈ കേസ് NIAയുടെ പരിധിയിലേക്ക് വരുന്നു എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അത് ആ കേസിന്റെ മാനത്തെ തന്നെ മാറ്റുന്നു. അപ്പോൾ ഇതിൽ നിന്ന് ആ നിയമക്കുരുക്കിൽ നിന്ന് അഴിഞ്ഞു പോകാൻ അത്രത്തോളം പാടാകുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുമ്പോഴാണിപ്പോൾ UDF MPമാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കാണാൻ പോകുന്നത്. എത്രത്തോളം നിർണായകമായ കൂടിക്കാഴ്ചയാണ് ഈ വിഷയത്തിൽ ഇത്? ആര്യ, കഴിഞ്ഞ ദിവസം ഈ പ്രധാനമന്ത്രിക്ക് UDF MPമാർ കത്ത് നൽകിയിരുന്നു. ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം, കേന്ദ്രത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകണം. ഈ കന്യാസ്ത്രീകളെ അന്യായമായാണ് തടങ്കിൽ പാർപ്പിച്ചിരിക്കുന്നത്. അവർക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ അത് ശരിയായ രീതിയിലല്ല എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു കത്ത് നൽകുകയും ചെയ്തിരുന്നു. ഈ കത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് പ്രധാനമന്ത്രി കൈമാറുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അമിത്ഷാ മുഖ്യമന്ത്രിയുമായി, അതായത് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുമായി അദ്ദേഹം ഈ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഡൽഹിയിൽ ഉണ്ടായിരുന്നു. ഈ വേളയിൽ ഇരുവരുമായി കൂടിക്കാഴ്ച നടത്തുകയും ഒപ്പം തന്നെ നിലവിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ കൂടി അമിത്ഷാ ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചറിയുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഹാജരാക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒപ്പം തന്നെ ഇന്ന് ഇതിന്റെ ഭാഗമായി ഉച്ചയ്ക്ക് 12 മണിക്കാണ് UDF MPമാർക്ക് സമയം അനുവദിച്ചിരിക്കുന്നത്. ഈ വേളയിൽ UDF MPമാർ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തുകയും ഇതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുകയും ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ വേഗം ഇടപെടൽ ഉണ്ടാകണമെന്നുള്ള നിർദ്ദേശം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യും സ്വാഭാവികമായും. മറ്റൊന്ന്, ഇപ്പോൾ ആര്യ സൂചിപ്പിച്ചപ്പോൾ തന്നെ 7 ദിവസമായി ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ്. കഴിഞ്ഞ ദിവസം സെഷൻസ് കോർട്ട് ഈ കേസിൽ ഇടപെടാനാകില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രോസിക്യൂഷന്റെ ആവശ്യപ്രകാരം ഈ കേസ് ബിലാസ്പൂരിലെ NIA കോടതിക്ക് കൈമാറുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായും ഇനി NIA ഈ കേസിൽ മനുഷ്യക്കടത്തടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. ഭാരതീയ ന്യായ സംഹിതയിലെ 143 വകുപ്പാണ് ചുമത്തിയിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ NIA ഈ കേസിന്റെ ഭാഗമായി വരും. അത്തരത്തിലുള്ള ഒബ്ജക്ഷൻ ഉടൻ തന്നെ ഫയൽ ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ NIA കോടതിയിലേക്ക് ഈ കാര്യങ്ങൾ പോകുമ്പോൾ, ഈ കേസ് പോകുമ്പോൾ അത് വലിയ സങ്കീർണമായ സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ഒപ്പം തന്നെ ജാമ്യം അടക്കമുള്ള കാര്യങ്ങൾ വൈകുകയും ചെയ്യുമെന്നുള്ള ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഉടനടി തന്നെ NIA കോടതിയെ ജാമ്യത്തിനായി സമീപിക്കേണ്ടതില്ല എന്നുള്ള നിയമോപദേശം ഈ കന്യാസ്ത്രീകളുടെ അഭിഭാഷകർക്ക് ലഭിച്ചതായിട്ടുള്ള വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഛത്തീസ്ഗഡ് ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഇപ്പോഴും നീക്കം നടത്തുന്നത്. ഇന്ന് തന്നെ ഈ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ നൽകുകയും അത് ഇന്ന് തന്നെ അടിയന്തരമായി പരിഗണിക്കുകയും ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഹൈക്കോടതി എന്ത് നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കും, അതായത് എന്തുകൊണ്ടാണ് ഈ ഒരു നിയമോപദേശം ലഭിച്ചത് എന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ടതായിട്ടുണ്ട്. കാരണം ഈ നിലവിലെ സാഹചര്യത്തിൽ NIA കോടതിയിലേക്ക് ഈ സെഷൻസ് കോടതി ഈ കേസ് കൈമാറിയിട്ടുണ്ട് എങ്കിലും ഇതുവരെയും NIA ഈ കേസിന്റെ ഭാഗമായിട്ടില്ല. അവർ ഇതുവരെയും ഒരു ഒബ്ജക്ഷൻ ഫയൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതിലൊരു പോസിറ്റീവ് വശമായി നിലനിൽക്കുന്നത്. ആ സാഹചര്യത്തിൽ ഹൈക്കോടതി സമീപിച്ചുകൊണ്ട് ഒരു ജാമ്യം നേടാം എന്നുള്ള ഒരു നിയമോപദേശമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു നീക്കമാണ് ഇപ്പോൾ കന്യാസ്ത്രീകളുടെ അഭിഭാഷകർ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. മറ്റൊന്ന്, നിലവിലെ സാഹചര്യത്തിൽ
NIA ഇതിൻ്റെ ഭാഗമായാൽ അത് വലിയ സങ്കീർണമായ സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും. ഈ അനന്തമായി ഇങ്ങനെ ഈ കേസ് നീണ്ടുപോവുകയും ചെയ്യും. എന്തുകൊണ്ടാണ് ഈ രണ്ട് കോടതികളും, അതായത് മജിസ്ട്രേറ്റ് കോടതിയും ഒപ്പം തന്നെ സെഷൻസ് കോടതിയും ഈ കേസ് അവർക്ക് പരിഗണിക്കാനാകില്ല എന്ന് നിലപാടെടുത്തത് എന്നുള്ള ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ കേസിൽ ഇടപെടാൻ സാധിക്കില്ല എങ്കിൽ എങ്ങനെയാണ് മജിസ്ട്രേറ്റ് കോടതിക്ക് ഈ കന്യാസ്ത്രീകളെ റിമാൻഡ് ചെയ്യാൻ സാധിച്ചു എന്നുള്ള ഒരു ചോദ്യം മറുവശത്ത് നിലനിൽക്കുക ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള വാദപ്രതിവാദങ്ങൾ ഒരു ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, പ്രതിഷേധമാണ്. പാർലമെന്റിൽ കഴിഞ്ഞ 2 ദിവസങ്ങളായി ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നുണ്ട്. ഇന്നും സമാനമായ പ്രതിഷേധം പാർലമെന്റിൽ ഉന്നയിക്കും. സഭകളുടെ ഭാഗത്ത് നിന്ന് തെരുവിലാണെങ്കിലും പാർലമെന്റിനുള്ളിൽ പ്രതിപക്ഷ അംഗങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും ആളിക്കത്താനുള്ള ഒരു സാധ്യത തന്നെയാണ് മുന്നിലുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ മിഥുൻ? കാരണം എന്തെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ കേരളത്തിൽ നിന്നുള്ള BJP പ്രതിനിധി ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെ കണ്ട് ഈ വിഷയത്തിൽ ജാമ്യ ഹർജിയെ എതിർക്കരുത് എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് അത്തരത്തിൽ തന്നെ നടപ്പാകും എന്ന് ആവർത്തിച്ച് പറഞ്ഞ് അതിനുശേഷമാണ് നമ്മൾ കോടതിയിൽ കണ്ടത് ഛത്തീസ്ഗഡ് സർക്കാർ ഇത്തരത്തിൽ ഈ ജാമ്യ ഹർജിയെ ജാമ്യം നൽകുന്നതിനെ തടഞ്ഞതും. ഇത് ഗുരുതരമായ കൃത്യമാണ്, വകുപ്പുകളാണ്, അത് സെഷൻസ് കോടതിയുടെ പരിഗണനയിൽ വരേണ്ട വിഷയമല്ല എന്നതടക്കം ഇത്തരത്തിലുള്ള വാദമുഖങ്ങൾ ഉന്നയിക്കുകയും ചെയ്തത്. അപ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട് സഭകളെ സംബന്ധിച്ച്. BJP പറഞ്ഞ കാര്യത്തിൽ അല്ലെങ്കിൽ പിന്തുണ നൽകാമെന്ന് പറയുന്നതിനപ്പുറം നിയമപരമായിട്ടുള്ള സഹായങ്ങൾ നൽകുന്നില്ല, അനുഭാവപൂർവമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ള പരാതി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സംസ്ഥാനത്ത് ഇന്ന് വലിയ പ്രതിഷേധങ്ങൾ സഭയുടെ നേതൃത്വത്തിൽ ഉയരാനും അതോടൊപ്പം പ്രതിപക്ഷ കക്ഷികളുടെ ഭാഗത്തു നിന്ന് ഉയരാനുമുള്ള സാധ്യത തന്നെയല്ലേ ആര്യ? അതായത് നമുക്കറിയാം ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ BJP കേന്ദ്ര നേതൃത്വത്തിനും കൂടി പ്രതിരോധത്തിലാക്കുന്ന ഒരു പശ്ചാത്തലമാണ്. അതായത് മുൻകാലങ്ങളിലൊക്കെ പ്രധാനമന്ത്രിയും ഒപ്പം തന്നെ അമിത്ഷായും JP നഡ്ഡ ഉൾപ്പെടെയുള്ളവരെ ഈ സഭയുമായി ഒരു അണുനയ നീക്കത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ചില കാര്യങ്ങൾ ചെയ്തിരുന്നു. അത് കേരളത്തിൽ വെച്ചാണ്, അതായത് കേരളത്തിലാണ് ഇതൊരു തുടക്കം കുറിക്കുന്നത്. ക്രൈസ്തവ ദേവാലയങ്ങൾ സന്ദർശിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസിൽ അവർക്ക് കേക്ക് വിതരണമൊക്കെ ചെയ്യുകയും ഒപ്പം തന്നെ കൂടിക്കാഴ്ച നടത്തുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ്. അത് കേരളത്തിന് പുറമെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്ന തരത്തിലേക്ക് ഒരു ക്രൈസ്തവരുമായിട്ടുള്ളൊരു ബന്ധം സുസ്ഥിരമാക്കുക എന്നുള്ള രീതിയിലായിരുന്നു BJP കേന്ദ്ര നേതൃത്വം പോയിക്കൊണ്ടിരുന്നത്. അതിലൊരു വലിയ രീതിയിൽ തിരിച്ചടിയാവുന്ന തരത്തിൽ ഈ കേസ് മാറി എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഛത്തീസ്ഗഡിനെ സംബന്ധിച്ച ഈ വിഷയം അവരെ ബാധകമാകുന്നില്ല. ഛത്തീസ്ഗഡ് ഭരിക്കുന്ന BJP തന്നെയാണ്. പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള അനൂപ് ആന്റണി അവിടുത്തെ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുകയും ഒപ്പം തന്നെ ഈ ജാമ്യ ഹർജിയെ അവിടുത്തെ സർക്കാർ എതിർക്കില്ല എന്നടക്കമുള്ള ചില പരാമർശങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. കന്യാസ്ത്രീക്കൊപ്പമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനും പ്രതികരിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ഈ സെഷൻസ് കോടതിയിൽ ഈ കേസ് വന്നപ്പോൾ ആദ്യം സെഷൻസ് കോടതി ഈ കേസ് പരിഗണിക്കാനാവില്ല, തങ്ങളുടെ പരിധിയിൽ വരുന്ന കേസല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ അപ്പീലുമായി അവർ മുന്നോട്ട് പോകാൻ തന്നെ കന്യാസ്ത്രീയുടെ അഭിഭാഷകർ തീരുമാനിച്ചതോടുകൂടി പിന്നീട് അത് തള്ളുകയും ചെയ്തു. അതിൻ്റെ ഉത്തരവ് പുറത്തു വന്നപ്പോഴാണ് പ്രോസിക്യൂഷൻ ഈ ഒരു കേസിനെ എതിർത്തു എന്നടക്കമുള്ള കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകുന്നത്. അതായത് BJP സംസ്ഥാന നേതാക്കൾ പറഞ്ഞതിന് വിപരീതമായി തന്നെയായിരുന്നു ഈ കാര്യങ്ങൾ നടന്നത്. അവർ പറഞ്ഞ കാര്യങ്ങളല്ല എന്നുള്ളത് തെളിയിക്കുന്ന തരത്തിലുള്ള രേഖകളാണ് പിന്നീട് പുറത്തു വന്നത്. അതിൽ ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങൾ, അതായത് 140 ഭാരതീയ ന്യായ സംഹിതയിലെ 143 വകുപ്പാണ് ചുമത്തിയിട്ടുള്ളത്. അത്തരത്തിലുള്ളൊരു വകുപ്പ് ചുമത്തിയിട്ടുള്ള കേസായതുകൊണ്ട് തന്നെ ഇതിൽ ജാമ്യം നൽകരുത്. ഒപ്പം തന്നെ ബിലാസ്പൂരിലെ NIA കോടതിയിലേക്ക്, ഒരു പ്രത്യേക കോടതിയാണ് ഇത് ഈ കേസുകൾ കൈകാര്യം ചെയ്യേണ്ടത്, അതുകൊണ്ട് തന്നെ NIA കോടതിയിലേക്ക് കൈമാറണമെന്നുള്ള ആവശ്യവും പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. ഇത് അംഗീകരിച്ചുകൊണ്ടാണ് സെഷൻസ് കോടതിയുടെ നടപടി വരികയും ചെയ്തത്. അതുകൊണ്ട് തന്നെ BJP ഇക്കാര്യത്തിൽ പറഞ്ഞു വെച്ചത് ശരിയല്ല എന്ന് തെളിയുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ സഭയുമായി ബന്ധപ്പെട്ടുള്ള നേരത്തെ കാര്യങ്ങൾ ചെയ്തു വെച്ചിരുന്ന അതെല്ലാം തന്നെ വീണ്ടും അകന്നു പോകുന്നു എന്നുള്ളതാണ് BJP കേന്ദ്ര നേതൃത്വത്തെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇടപെടൽ ചായയും കേക്കും ഒക്കെ നീതി നടപ്പാക്കിയതിനു ശേഷം മതി എന്ന സഭാ നേതൃത്വം പറയുന്നത് നമ്മൾ KCBC കഴിഞ്ഞ ദിവസം നയം വ്യക്തമാക്കിയത് നമ്മൾ കണ്ടതാണ്. എന്തായാലും 7 ദിവസമായി കന്യാസ്ത്രീകൾ അവിടെ ജയിലിൽ തുടരുകയാണ്. അവരെ പുറത്തിറക്കാൻ
ക്കാനുള്ള പലതരത്തിലുള്ള നിയമ വഴികൾ തേടുകയാണ് പ്രതിപക്ഷ പാർട്ടികളായിക്കോട്ടെ സഭകളായിക്കോട്ടെ. എന്തായാലും NIAയുടെ പരിധിയിലേക്ക് ഈ കേസ് വരുമെന്നുള്ളതാണ് ഛത്തീസ്ഗഡ് സർക്കാരും കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ച കോടതിയും ഒക്കെ സൂചിപ്പിച്ച കാര്യം. അപ്പോൾ കൂടുതൽ നിയമക്കുരുക്കിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ മിഥുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുവരെ NIA ഒബ്ജക്ഷൻ രേഖപ്പെടുത്തിയിട്ടില്ല, ഈ കേസ് പരിഗണിച്ചിട്ടില്ല എന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നതിനാൽ തന്നെ ഈ ഘട്ടത്തിൽ ഹൈക്കോടതിയെ ജാമ്യത്തിനായി പരിഗണിക്കാൻ കഴിയും എന്നുള്ള ഒരു നിയമസാധുത കന്യാസ്ത്രീകൾക്ക് മുന്നിൽ ഉണ്ട് എന്നതാണ് സാഹചര്യം. മറ്റു വാർത്തകളിലേക്ക് കടന്നാൽ നിരവധി പേരെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടെന്ന് സംശയിക്കുന്ന കർണാടക ധർമ്മസ്ഥലയിൽ മണ്ണ് മാറ്റിയുള്ള പരിശോധന ഇന്നും തുടരും. കഴിഞ്ഞ ദിവസത്തെ പരിശോധനയിൽ സംശയകരമായ വസ്തുക്കൾ ലഭിച്ചിരുന്നു. ഒരു ചുവപ്പ് നിറമുള്ള ബ്ലൗസ്, ATM കാർഡ്, ആധാർ കാർഡ് എന്നിവയാണ് കഴിഞ്ഞ ദിവസത്തെ മണ്ണ് മാറ്റിയുള്ള പരിശോധനയിൽ കണ്ടെത്തിയത്. ആധാർ കാർഡിൽ ലക്ഷ്മി എന്ന പേരും ATM കാർഡ് പുരുഷന്റേതുമാണെന്ന് ആക്ഷൻ കമ്മിറ്റി അഭിഭാഷകൻ മഞ്ജുനാഥയുടെ പ്രതികരണവും കഴിഞ്ഞ ദിവസം വന്നിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, താരസംഘടന അമ്മയുടെ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ ഉണ്ടെന്ന് ഇന്നറിയാം എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിന്റെ ഒരു ചിത്രം ഇന്ന് തെളിയുകയാണ്. പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നിന്ന് ജഗദീഷ് പിന്മാറിയതോടെ ചരിത്രത്തിൽ ആദ്യമായി അമ്മയുടെ അധ്യക്ഷ പദവിയിൽ ഒരു വനിത എത്താനുള്ള സാധ്യത ഏറിയിരിക്കുകയാണ്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പത്രിക നൽകിയ കുക്കു പരമേശ്വരനും ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് പത്രിക നൽകിയ അൻസിബ ഹസനും സ്ഥാനാർത്ഥിത്വം പിൻവലിക്കില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ശ്വേതാ മേനോന്റെ വിജയസാധ്യത ഇരട്ടിയാക്കുന്നതാണ് ജഗദീഷിന്റെ നീക്കം. എന്നാൽ ജഗദീഷ് പത്രിക പിൻവലിക്കുമോ എന്ന കാര്യം ഉറപ്പായ ശേഷം മാത്രം അടുത്ത നീക്കങ്ങളിലേക്ക് കടക്കാനാണ് ശ്വേതയുടെ ശ്രമമെന്നാണ് സൂചന. അതേസമയം ശ്വേത മത്സരിക്കുന്നതിനെതിരെയും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ബാബുരാജിനെതിരെയുള്ള പ്രതിഷേധവും താരങ്ങൾക്കിടയിൽ ശക്തമാണ്. ആരോപണ വിധേയർ മാറി നിൽക്കുന്നതാണ് മര്യാദയെന്ന മത്സര രംഗത്തുള്ള ദേവൻ, അനൂപ് ചന്ദ്രൻ തുടങ്ങിയവർ പരസ്യമായ നിലപാടെടുത്തതോടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള മത്സരം കടുക്കുമെന്നാണ് സൂചന. അതേസമയം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഉറച്ചു തന്നെയാണ് ബാബുരാജിന്റെ നിലപാടും. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം എന്തായാലും വൈകിട്ട് 3 മണിയോടെ അവസാനിക്കുകയാണ്. അതിനുശേഷം അന്തിമ സ്ഥാനാർത്ഥി പട്ടിക നമുക്ക് 4 മണിയോടുകൂടി അറിയാൻ സാധിക്കും. 4 മണിക്കാണ് അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കുക. ഓഗസ്റ്റ് 15-നാണ് തെരഞ്ഞെടുപ്പ്. അതേസമയം 14-ന് നടക്കുന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സാന്ദ്ര തോമസ് പത്രിക പിൻവലിക്കില്ലെന്നും ശക്തമായി മത്സര രംഗത്തുണ്ടാകുമെന്നും വ്യക്തമാക്കിയിട്ടുമുണ്ട്. തിരുവനന്തപുരം ജവഹർ നഗറിലെ കോടികളുടെ വീട് തട്ടിപ്പിലെ മുഖ്യപ്രതിയും കോൺഗ്രസ് നേതാവുമായ അനന്തപുരി മണികണ്ഠന്റെ മൊഴി പുറത്ത്. വ്യാജ ഇടപാടിലൂടെ വസ്തു കൈക്കലാക്കിയ ചന്ദ്രസേനന്റെ മരുമകന് വേണ്ടിയാണ് തട്ടിപ്പ് നടത്തിയതെന്നാണ് വെളിപ്പെടുത്തൽ. വ്യാജ പ്രമാണം നിർമ്മിച്ചതിൽ കുറ്റസമ്മതം നടത്തിയ മണികണ്ഠൻ ഉദ്യോഗസ്ഥ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പോലീസിന് വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത പ്രതിയെ വിശദമായ തെളിവെടുപ്പിനായി മ്യൂസിയം പോലീസ് അടുത്ത ദിവസം കസ്റ്റഡിയിൽ വാങ്ങും. ജവഹർ നഗറിലെ 1.5 കോടിയുടെ വീട് തട്ടിപ്പിൽ ബംഗളൂരുവിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത കോൺഗ്രസ് നേതാവ് അനന്തപുരി മണികണ്ഠനെ സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്യുന്നതിനിടെയാണ് തട്ടിപ്പിന്റെ ചുരുളഴിഞ്ഞത്. വ്യാജ പ്രമാണം ഉപയോഗിച്ച് വസ്തു കൈക്കലാക്കിയ ചന്ദ്രസേനന്റെ മരുമകൻ അനിൽ തമ്പിക്ക് വേണ്ടിയാണ് തട്ടിപ്പിന് കൂട്ടുനിന്നതെന്നാണ് മണികണ്ഠന്റെ മൊഴി. അമേരിക്കയിൽ സ്ഥിരതാമസക്കാരിയായ ഡോറ അസറിയ ക്ലിപ്സിന്റെ ജവഹർ നഗറിലെ ആഡംബര വസ്തു തട്ടിയെടുക്കാൻ 2014 മുതൽ അനിൽ തമ്പി ശ്രമം തുടങ്ങിയതായാണ് മൊഴി. വ്യാജരേഖകൾ നിർമ്മിച്ച് വസ്തു തട്ടിയെടുക്കുന്നതിനായി 1,10,00,000 രൂപ അനിൽ തമ്പി അനന്തപുരി മണികണ്ഠന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈമാറിയതിന്റെ തെളിവുകളും പോലീസ് വീണ്ടെടുത്തു. പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത മണികണ്ഠനെ വിശദമായ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി അടുത്ത ദിവസം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. അതിനിടെ വസ്തുവിന്റെ യഥാർത്ഥ അവകാശിയായ ഡോറയോട് രൂപസാദൃശ്യമുള്ള വസന്തയെ മണികണ്ഠന് പരിചയപ്പെടുത്തി നൽകിയ കല്ലയം സ്വദേശി സുനിൽ ബാബുവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ധനനിശ്ചയ പ്രമാണത്തിൽ കള്ളസാക്ഷിയായി ഒപ്പിട്ടതും സുനിലാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. വ്യാജ പ്രമാണം തയ്യാറാക്കി വിൽപ്പന നടത്തുന്നതിന് സഹായം ചെയ്തു നൽകിയ രജിസ്ട്രേഷൻ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണെന്നാണ് സൂചന. ന്യൂസ് 18 തിരുവനന്തപുരം.
പാലക്കാട് തൃത്താലയിൽ കോൺഗ്രസ് നേതാക്കളുടെ പോരിന് സമവായം. മുതിർന്ന നേതാവും KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രനും മുൻ MLAയും KPCC മുൻ വൈസ് പ്രസിഡന്റുമായ VT ബൽറാമും തമ്മിലുള്ള പരസ്യപ്പോരിലാണ് മഞ്ഞുരുക്കം ഉണ്ടായത്. തൃത്താലയിൽ കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾ മറനീക്കി പുറത്തുവന്നതോടെയാണ് വിഷയം മുതിർന്ന നേതാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കഴിഞ്ഞ ദിവസം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ ഇരുവരെയും വിളിച്ച് ചർച്ച നടത്തിയാണ് പരസ്യപ്പോരിന് അവസാനം കുറിച്ചത്. തൃത്താല മണ്ഡലത്തിലെ പരിപാടികളിൽ ഇരുകൂട്ടർക്കും തുല്യ പങ്കാളിത്തമുണ്ടാകും. അതിന്റെ ഭാഗമായുള്ള തൃത്താലയിലെ ആദ്യ പരിപാടിയായിരുന്നു പൊതുമരാമത്ത് ഓഫീസ് മാർച്ച്. VT ബൽറാം ഉദ്ഘാടകനായും CV ബാലചന്ദ്രൻ മുഖ്യ അതിഥിയായും ഒരുമിച്ച് വേദി പങ്കിട്ടു. VT ബൽറാം തൃത്താല MLA ആയിരിക്കെ റോഡ് തകർച്ചയുടെ പേരിൽ DYFIക്ക് പോലും സമരം ചെയ്യേണ്ടി വന്നിട്ടില്ലെന്നും CV ബാലചന്ദ്രൻ പ്രസംഗത്തിൽ പരാമർശിച്ചു. 10 വർഷക്കാലം VT ബൽറാം MLA വിപ്ലവകാരികളായ DYFIക്കാർക്ക് സമരം ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? റോഡിന്റെ പേരിൽ ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടി ഭൂമിക്ക് മേലെയും ആകാശത്തിന് താഴെയുമുള്ള സമസ്ത പ്രശ്നങ്ങളുടെ പേരിൽ സമരം ചെയ്യുന്ന ആളുകൾ തൃത്താലയിലെ റോഡുകളുടെ ശോച്യാവസ്ഥക്കെതിരായി ഒരു സമരം 10 വർഷക്കാലം ഈ നിയോജകമണ്ഡലത്തിൽ ചെയ്യേണ്ടി വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അതാണ് വ്യത്യാസം. VT ബൽറാമിനെതിരെ വിമർശനവുമായി CV ബാലചന്ദ്രനാണ് ആദ്യം രംഗത്ത് വന്നത്. ഒരു കുടുംബസംഗമത്തിൽ ബൽറാമിനെ നൂലിൽ കെട്ടിയിറക്കിയ നേതാവെന്ന് CV ബാലചന്ദ്രൻ വിശേഷിപ്പിച്ചിരുന്നു. ന്യൂസ് 18 തൃത്താല. കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇടുക്കിയിലെ യൂത്ത് കോൺഗ്രസ് പ്രതിനിധികൾ. സംസ്ഥാന അധ്യക്ഷൻ ഏകാധിപതിയെ പോലെ പെരുമാറുന്നുവെന്ന് ജില്ലാ നേതൃസംഗമത്തിൽ പ്രതിനിധികൾ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് ജയിച്ചതോടെ രാഹുൽ സംഘടനയുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല. വയനാട് ദുരിതാശ്വാസത്തിൽ വീട് നിർമ്മിക്കാൻ ഏകപക്ഷീയ തീരുമാനമെടുത്തുവെന്നും രാഹുലിനെതിരെ വിമർശനമുണ്ടായി. വിമർശനം കടുത്തതോടെ രാഹുൽ വേദി വിട്ടു. രാഹുലിനെ നേതാക്കൾ ഇടപെട്ടാണ് തിരികെ എത്തിച്ചത്. പയ്യന്നൂർ CPMലെ വിഭാഗീയതയിൽ ജില്ലാ കമ്മിറ്റി അംഗം V കുഞ്ഞികൃഷ്ണനെതിരെ ശാസന. വിഭാഗീയതയുടെ ഭാഗമായി TI മധുസൂദനൻ MLAക്കെതിരെ വസ്തുതാവിരുദ്ധ ആരോപണം ഉന്നയിച്ചതാണ് കണ്ടെത്തൽ. സംഘടനാ സമ്മേളനങ്ങളിലെ വിഭാഗീയ മത്സരത്തിന് പിന്തുണ നൽകിയെന്നും വിലയിരുത്തലുണ്ട്. ഇതിന് പിന്നാലെയാണ് മുൻ പയ്യന്നൂർ ഏരിയ സെക്രട്ടറി കൂടിയായ V കുഞ്ഞികൃഷ്ണനെതിരായ നടപടി. MV ഗോവിന്ദൻ പങ്കെടുത്ത ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് നടപടിയുണ്ടായത്. അങ്ങനെ ഒരു വറുതിക്കാലത്തിന് അവസാനമാവുകയാണ്. സംസ്ഥാനത്തെ ഇത്തവണത്തെ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. 52 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം കടലിൽ പോകാനുള്ള ഒരുക്കത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ. ട്രോളിംഗ് നിരോധനം കഴിയുന്നതോടെ മത്സ്യമേഖല വലിയ പ്രതീക്ഷയിലാണ്. വല നിറയെ മീനുമായി എത്തുന്ന തീരത്തെ ഉത്സവ നാളുകൾക്കായി തയ്യാറെടുപ്പുകൾ പൂർത്തിയായി. ഇനിയൊരു ചാകരക്കോള്, അതാണ് മത്സ്യത്തൊഴിലാളികളുടെ മനസ്സ് നിറയെ. ജൂൺ 10 അർദ്ധരാത്രി ആരംഭിച്ച മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കുകയാണ്. തൊഴിലാളികളും ബോട്ടുടമകളും വലയും ബോട്ടും ഒരുക്കുന്നതിന്റെ അവസാനവട്ട തിരക്കിലാണ്. കരയ്ക്ക് കയറ്റിയ ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികളും പെയിന്റിങ്ങും ഒക്കെ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇതര സംസ്ഥാന തൊഴിലാളികളാണിപ്പോൾ മത്സ്യമേഖലയിൽ പണിയെടുക്കുന്നവരിൽ അധികവും. നിരോധന കാലത്ത് അവരവരുടെ നാടുകളിലേക്ക് മടങ്ങിയ ഇവർ തിരിച്ചെത്തി തുടങ്ങി. ഇത്തവണ മഴ കൂടുതൽ ലഭിച്ചതിനെ തുടർന്നുള്ള കടലിലെ താപനില പ്രതീക്ഷ കൂട്ടുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ കടൽക്ഷോഭം അല്പമൊന്നും കുറഞ്ഞിട്ടുണ്ടെങ്കിലും ജാഗ്രത പാലിച്ചു വേണം മത്സ്യബന്ധനത്തിന് കടലിൽ ഇറങ്ങേണ്ടതെന്ന് ഫിഷറീസ് വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കടലിൽ പോയ പരമ്പരാഗത വള്ളങ്ങൾക്ക് മത്തിയും ചെമ്മീനും ലഭിച്ചിരുന്നു. കിളിമീൻ, പൂവാലൻ, ചെമ്മീൻ എന്നിവ ധാരാളം ലഭിക്കാൻ സാധ്യതയുള്ള സമയം കൂടിയാണ് ട്രോളിംഗ് നിരോധനം കഴിഞ്ഞുള്ള ദിവസങ്ങൾ. ന്യൂസ് 18 കൊല്ലം. അങ്ങനെ പ്രതിസന്ധിയുടെ 52 ദിവസങ്ങൾ കഴിഞ്ഞ് അതിനുശേഷം ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ വീണ്ടും കടലിലേക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ പോയി തുടങ്ങുകയാണ്. അവർക്ക് പ്രതീക്ഷയുടെ ചാകര ഉണ്ടാകട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം. ഇന്ന് നമ്മുടെ ഇനി ഫേവറേറ്റ് സെഗ്മെന്റിലേക്കാണ് കടക്കാൻ പോകുന്നത്. സ്പെഷ്യൽ ഡേ സെഗ്മെന്റ്. തിരുവനന്തപുരം ഉദയൻകുളങ്ങര സ്വദേശിയായ അനുഗ്രഹയുടെ ജന്മദിനമാണിന്ന്. അപ്പോൾ അനുഗ്രഹയ്ക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. എ വെരി ഹാപ്പി ബർത്ത്ഡേ അനുഗ്രഹ. ഈരാറ്റുപേട്ടയിലെ സീനയുടെ ജന്മദിനമാണിന്ന്. അപ്പോൾ സീനയ്ക്ക് ന്യൂസ് 18 കുടുംബത്തിന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. എ വെരി ഹാപ്പി ബർത്ത്ഡേ സീന. പുനലൂർ സ്വദേശി ലിജോയുടെ ജന്മദിനമാണിന്ന്. അപ്പോൾ ലിജോയ്ക്ക് ന്യൂസ് 18 കുടുംബത്തിന്റെയും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. എ വെരി ഹാപ്പി ബർത്ത്ഡേ ലിജോ.
കോഴിക്കോട് ഈങ്ങാപ്പുഴ സ്വദേശി അമൃതയുടെ 24ാം ജന്മദിനമായിരുന്നു ഇന്നലെ. അപ്പോൾ ഇന്നലെ അമൃതയ്ക്ക് വിഷ് അറിയിക്കാൻ സാധിച്ചില്ല. അപ്പോൾ അമൃതയ്ക്ക് ഇന്ന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് ന്യൂസ് 18 കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന്. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് അമൃത.